പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ സ്നേഹാശംസകൾ നേരാണ്. ഞാൻ ആശംസ നേരിട്ട് അറിയിക്കാൻ ഇച്ചിരി വൈകിയത് ഓർന്നുകൊണ്ടല്ല, ഞാൻ ഇവിടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് നടുവത്തൂരിലെ ശിവക്ഷേത്രത്തിന്റെ കുളമാണ് അല്ലെ. ഞാൻ നമ്മുടെ പ്രവീണേട്ടനൊക്കെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ നീന്തി കുളിച്ച കളിച്ച പിന്നെ അമ്പലക്കുളം ഇവിടെയൊക്കെ നീന്തി കുളിച്ചുകൊണ്ടാണ് ആളിപ്പോ ഇന്നലത്തെ DCC ഓഫീസിന്റെ ഒക്കെ കണ്ടല്ലോ, ഗവൺമെന്റ് പരിപാടിയായിരുന്നു അല്ലെ. നമ്മുടെ നാട്ടുകാരെല്ലാരും ഇവിടെ ചേർന്നിട്ടുണ്ട്. ഇത്തവണ വിഷു വടകരയിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും വിഷു ദിവസം ഞാൻ ഇവിടെ എത്തിയിരുന്നു അല്ലെ, ഇവിടെ എത്തിയിരുന്നു. ഈ ദിവസം ഇവിടെ എത്തിയിരുന്നു. ഇപ്പൊ ഒന്നും കൂടെ ഇവിടെ വന്നതാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ടാവാം ആശംസകൾ നേരിട്ട് അറിയിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വെയിറ്റ് ചെയ്തത്. ഇതിപ്പോ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോ ഏതാണ്ട് 250 വർഷത്തിനപ്പുറം പിന്നെ പഴക്കമുണ്ട്, പാരമ്പര്യമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കുളം ഞാനൊന്ന് കാണിച്ചു തരാം. ശരിക്കും ഈ കുളം ഇതിങ്ങനെ ആക്കിയിട്ട് എത്രയായി എന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത് 150 കൊല്ലത്തിലധികമായിട്ട് നവീകരിച്ചിട്ട് അതിനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഏതാണ്ട് 2.5 നൂറ്റാണ്ടിലധികം പഴക്കവും 1.5 നൂറ്റാണ്ടിലധികം നവീകരിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കുളവും അമ്പലക്കുളമാണ് ഇത്. മഴക്കാലമാകുമ്പോ വെള്ളം ഇതുവരെ കയറും, മഴക്കാലമാകുമ്പോ ഇതുവരെ കയറും പ്രവീണേട്ടാ. ഞാന് ഇവിടം വരെ എത്തും. അവൻ പിന്നെ ഒരു മഴക്കാലത്ത് ഞാൻ നിങ്ങളെ കുളം ഒന്ന് കാണിക്കാം. നമ്മുടെ നാട്ടുകാരെല്ലാരും ഉണ്ട്, നമ്മുടെ നേതാക്കന്മാരെ നാട്ടുകാർ. ഒരു ഹാപ്പി വിഷു പറ എല്ലാരും കൂടെ, എല്ലാരും ചേർന്ന്. നീ ഒന്നും കൂടെ പറഞ്ഞു മോനെ. അത് അവന്റെ പ്രത്യേകമായിട്ട് സ്വീകരിക്കണം. അച്ഛനും മോനും ഒരേ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതാ എല്ലാരും വന്നിട്ടുണ്ട്. ഇവിടെ വേറെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കണ്ടേ ഉണ്ണിയുടെ. അവൻ പ്രവീണേട്ടാ എന്താ പറയാനുള്ളേ? ഇതൊരു ചിരപുരാതന കുളമാണ്. ചരിത്ര പ്രസിദ്ധമായ നടുവത്തൂർ ശിവക്ഷേത്രത്തിലെ കുളമാണിത്. കഴിഞ്ഞ തവണയും ഷാഫി പറമ്പിൽ ഇവിടെ വന്നിരുന്നു. അന്ന് സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് വിഷു ആഘോഷിച്ച് അദ്ദേഹം ജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ്. അത് ശരി, അതാണ് പറയാനുള്ളത്. രണ്ടാമത് അന്ന് കൂടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആയി. മൂന്നാമത് അല്ല, അപ്പൊ ഇനിയിപ്പോ ഈ MLA MP ഒക്കെ ആവാനുള്ള ഒരു കുളം തെരഞ്ഞു വരുന്നതാ പുള്ളി പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ല, ഒന്നുകൂടെ പറയാം. ഞാൻ ഇവിടെ നടത്തിയ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത DCC ഓഫീസ് മനോഹരമാക്കി. അതിന്റെ ഒരു അഭിനന്ദനം നിങ്ങളും കൂടെ തരാണ്. അടിപൊളിയാക്കി DCC ഓഫീസ്. ഉദ്ഘാടനം മഹാമഹൊക്കെ ഗംഭീരായിരുന്നു. എന്നാൽ ഇത്തവണ ഓർത്ത് ഷാഫി ഇവിടെ എത്തി. ഷാഫി ഇത്തവണ ഓർത്തിവിടെ എത്തി. ഞാനത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പാലക്കാട്ടെ പ്രിയപ്പെട്ടവരോടും പിന്നെ അവിടെയും വിഷുവിന്റെ സ്നേഹാശംസകൾ നേരാണ്. ഞാൻ നമ്മുടെ രാജേട്ടന്റെ അമ്മയെ കാണാൻ പോകും എല്ലാ വിഷുവിനും. രാജേട്ടന്റെ അമ്മയെ പോകും, ബാലേന്ദ്രന്റെ വീട്ടിൽ പോകും, അതുപോലെ തന്നെ മാത്തൂർ ഉണ്ണിയേട്ടന്റെയും പ്രസാദിന്റെയും വീട്ടിൽ പോകും, നമ്മുടെ ചെൽവേട്ടന്റെ പ്രസാദിന്റെ, അങ്ങനെ കുറെ ആളുകളുടെയൊക്കെ വീട്ടിലൊക്കെ വിഷുവായിട്ട് പോകാറില്ല. ഇപ്രാവശ്യം അവരെയൊക്കെ ഫോണിൽ വിളിച്ചിട്ടും വീഡിയോ കോൾ വിളിച്ചിട്ടൊക്കെ വിഷു ആശംസകൾ നേർന്നിട്ടുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് വടകരയിൽ അനേക ആളുകളെ കണ്ടു, പലയിടങ്ങളിലും കയറി. എല്ലാവരും കാണുന്നുണ്ട്. വടകരയിലെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും പിന്നെ ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ സ്നേഹാശംസകൾ നേരാണ്. നിങ്ങൾ തരുന്ന സ്നേഹം പകരം വെക്കാനില്ലാത്തതാണ്. ഈ നിറഞ്ഞ പിന്തുണക്കും സ്നേഹത്തിനും എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല വിഷു സ്നേഹത്തിന്റെ പേരിൽ ആശംസിക്കുകയാണ്. ഹാപ്പി വിഷു. ഞങ്ങളെ കാണുന്ന ബാക്കി എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ സ്നേഹാശംസകൾ. നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ഹാപ്പി വിഷു ഒരിക്കൽ കൂടി.